കാട് പറിച്ചുകൊണ്ട് വെച്ചേക്കുമെന്ന് കരുതണ്ട. ഞാൻ ഒരു തോരൻ വെക്കാനായിട്ട് കുറച്ച് പച്ചിലകൾ പറിച്ച് വെച്ചിരിക്കുകയാണ്. മത്തയിലയുണ്ട്, കൊടിത്തൂവയുണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് ചീരയുടെ ഇലയും ഉണ്ട്. ഇതെല്ലാം അരിഞ്ഞെടുക്കണം. കുറച്ച് സമയം എടുക്കും ഇതെല്ലാം അരിഞ്ഞെടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഓണമൊക്കെ ഇവിടെ വരായി. ഓണക്കോടിയൊക്കെ എടുത്തോ? എനിക്കൊരു ഓണക്കോടി കിട്ടി. അതിൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നതാണ്. ഇപ്പോൾ എല്ലായിടും ഓണത്തിൻ്റെ തിരക്കിലാണ്. ഡ്രസ്സ് എടുക്കാനായാലും മറ്റ് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആളുകളിപ്പോൾ ഒരുപാടായിട്ട് പോകുന്നൊരു സമയമാണ് ഈ ഓണക്കാലം. അതുമാത്രമല്ല, ഒരുപാട് കല്യാണങ്ങൾ ഉള്ള മാസമാണ് ഈ ചിങ്ങമാസം. ഓണത്തോടടുപ്പിച്ച് ഒക്കെ ഒരുപാട് കല്യാണങ്ങളുണ്ട്. നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണം ഈ ആഴ്ചയിലാണ്, 28-ാം തീയതിയാണ്. 18-ാം തീയതി നമുക്കൊരു കല്യാണമുണ്ടായിരുന്നു സ്റ്റാഫിൻ്റെ, അതിനും പോയിരുന്നു. പിന്നെ ഇപ്പം രാവിലെ ജോലിക്ക് പോകുമ്പോഴേ ബസ് അങ്ങ് ബ്ലോക്കിൽ പെട്ട് കിടക്കും. കുറേ സമയം, ഒരു അരമണിക്കൂർ കൂടുതലായിട്ടും അങ്ങ് ബ്ലോക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് പല ദിവസവും ഇപ്പോൾ അങ്ങ് ലേറ്റാണ്. ഓണം അടുപ്പിച്ചൊക്കെ അങ്ങനെ തന്നെ, എല്ലാ പ്രാവശ്യവും അങ്ങനെ. എനിക്ക് 9 to 5 ആണ് ഡ്യൂട്ടി ടൈം. അപ്പം 9:05 വരെ നമുക്ക് ലേറ്റ് ഇല്ലാതെ പഞ്ച് ചെയ്യാൻ പറ്റും. 9:05 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലേറ്റാണ്. അങ്ങനെ ഒരു മാസത്തിൽ 3 ലേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലീവ് അങ്ങ് പോയി കിട്ടും. നമുക്ക് ആകെ 33 ലീവാണുള്ളത്. 20 ക്യാഷ്വൽ ലീവും 13 പബ്ലിക് ഹോളിഡേയ്സും, അങ്ങനെയാണ് നമുക്ക് ലീവ് വെച്ചിരിക്കുന്നത്. പിന്നെ സൺഡേയിൽ നമുക്ക് ഓഫുമാണ്. അങ്ങനെ ഇലകളെല്ലാം നമ്മൾ അരിഞ്ഞു തീർന്ന് ഇനി വെക്കാൻ തുടങ്ങുകയാണ്. കടുവറുത്ത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ വെക്കുകയാണ്. അതുകൊണ്ട് ഈ പാത്രത്തിൽ ഇത് കൊള്ളത്തില്ലെന്നാണ് തോന്നുന്നത്. ഇനി വേറെ പാത്രം മാറിയെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് പറയുമ്പോൾ എനിക്കൊരു കടങ്കഥ ഓർമ്മ വരുവാണ്. പിടിച്ചാലൊരു പിടി, അരിഞ്ഞാലൊരു മുറം. ചീരയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അരിഞ്ഞാൽ ഏറെ കാണും, പക്ഷെ വെന്ത് കഴിയുമ്പം പിന്നെ അത് കുറയും, അത് വേറെ കാര്യം. ചക്കയും അങ്ങനെയാണ്, വെന്ത് കഴിഞ്ഞാൽ അതങ്ങ് താഴും. അങ്ങനെ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഇളക്കുകയാണ്. ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുകയാണ്. നല്ല വെയിലായിരുന്നു. തുണിയൊക്കെ കഴുകാൻ നല്ല കാലാവസ്ഥയാണ്. അപ്പം ഞാനിന്ന് കുറേ തുണികളൊക്കെ കഴുകി മുറ്റമൊക്കെ അടിച്ചു വാരി. മുറ്റം അങ്ങ് നിറയെ പോച്ച പിടിച്ച് കിടക്കുകയായിരുന്നു. പിച്ചി കളഞ്ഞാലും പിന്നെ അതേപോലെ അങ്ങ് ആവും. അങ്ങനെ ഇന്ന് കുറേ പോച്ചയൊക്കെ പിച്ചി കളഞ്ഞു. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തങ്ങ് മഴ പെയ്തെന്ന് പോലും പറയത്തില്ല, അതേപോലെ തറയൊക്കെ ഉണങ്ങി കിടക്കുക ഇപ്പോൾ 2 ദിവസം കൊണ്ട്. കുറച്ച് ദിവസം തുടർച്ചയായി മഴ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും മഴയൊന്ന് മാറി കിട്ടണേന്ന്. വെയിലാണെങ്കിൽ തിരിച്ചും എന്തോ ഒരു ചൂട്, ഒരു മഴ പെയ്തിരുന്നെങ്കിലെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മുടെ ഇലത്തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ മാറ്റി വെച്ച് അതുകൊണ്ട് വെന്ത് കഴിഞ്ഞപ്പം ദാണ്ട കുറഞ്ഞ് കണ്ടോ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലമായാൽ പിന്നെ എങ്ങും ഓണപ്പാട്ടുകളും ഓണക്കുരവുകളുമൊക്കെ കേൾക്കാമായിരുന്നു. അന്ന് മിക്ക വീടുകളിലും ഊഞ്ഞാലിടുമായിരുന്നു. അന്ന് തൊടിയിലും പറമ്പിലുമൊക്കെ കയറി ഇറങ്ങി പൂക്കൾ പറിച്ചിട്ടാണ് പൂക്കളം ഒരുക്കുന്നത്. അന്നൊക്കെ തുമ്പയും തുളസിയും മുക്കൂറ്റിയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തേതുപോലെ പൈസ കൊടുത്തിട്ടൊന്നും പൂക്കൾ വാങ്ങണ്ടായിരുന്നു. കാലം മാറുന്നതനുസരിച്ച് ജീവിത സൗകര്യങ്ങളും മാറുമല്ലോ. ഇന്ന് ഏത് തരത്തിലുള്ള പൂക്കൾ ഒരുക്കാനാണെങ്കിലും അതിനുള്ള പൂക്കളും ഡിസൈനും ഒക്കെ ഇന്ന് കിട്ടും. ഓണാഘോഷത്തിനൊന്നും ഇന്നും ഒരു കുറവൊന്നുമില്ല. പണ്ട് ഓണം നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങി നിന്നിരുന്നതാണ്. പക്ഷേ ഇന്ന് മലയാളികൾ ചെല്ലുന്നിടത്തെല്ലാം അവർ ഓണം ആഘോഷിക്കുന്നു. അവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ നൽകുന്ന ഉത്സവമാണ് നമ്മുടെ ദേശീയോത്സവമായ ഓണം. പിന്നെ എൻ്റെ ഇലത്തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.